അസ്സലാമലൈക്കും. ഇന്ന് എന്തുണ്ടാക്കുന്നത് പറഞ്ഞാൽ മെഹന്തിയോടെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. അതിന് വേണ്ടി 2 കപ്പ് ഞാൻ ദാളെടുത്തിന് അതിനെ രാത്രി പുതിർത്തിട്ട് വെച്ചിന്. സ്വബയ്ക്ക് ഞാനിത് അരച്ചെടുക്കുന്നു. ഇതേമാതിരി വെള്ളം എന്തൊഴിക്കാൻ പാടില്ല, വെള്ളം ഒഴിക്കാതെ അരച്ചിട്ടെടുക്കണം. ഇതേമാതിരി 3-4 പ്രാവശ്യമാക്കിയിട്ട് അരച്ചിട്ടെടുത്തിന് ഞാൻ. നല്ല തിളുപ്പിൽ അരച്ചിട്ടെടുക്കണം. തെരി തെരി നന്നുണ്ടാകാൻ പാടില്ല. നല്ല മൈ പോലെ അരച്ചിട്ടെടുക്കണം ഇതിനെ. ഇതേമാതിരി വെള്ളം ഒഴിക്കാതെ. വെള്ളം ഒഴിച്ചാൽ പിന്നെ ലൂസായി പോവും. അതിലേക്ക് പിന്നെ ആട്ട അങ്ങനെ ഇട്ടെങ്കിൽ അത് നല്ല ടേസ്റ്റില്ല. ഊന്ന് അരച്ചിട്ടെടുക്കും പോലത്തെ ടേസ്റ്റില്ല. ഇതേമാതിരി ഇല്ല, തണ്ണി ഒഴിക്കാതെ ചെറിയ മിക്സിക്കകത്തിട്ട് അരച്ചിട്ടെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കി ഇതേമാതിരി ഇത്ര അരച്ചിട്ടെടുക്കണം. ഇങ്ങനെ ഞാൻ അരച്ചിട്ട് 3-4 പ്രാവശ്യമാക്കിയിട്ട് അരച്ചിട്ടെടുത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കൂ. ഇതേമാതിരി ഈ നല്ല ടേസ്റ്റ് ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ പീടികയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ പുരയിലെ ഉണ്ടാക്കിയാൽ. നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ 2-3 മണിക്കൂറില്ലേ അതിനൊരു സൈഡിൽ വെക്കണം. പിന്നെ ഇതിനെ നല്ല കൈ കൊണ്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. മേൽക്കും താഴേക്കാക്കിയിട്ട് നല്ല ഒന്നിക്കാൻ വേണ്ടിയിട്ട് നല്ല 3-4 പ്രാവശ്യമാക്കിയിട്ട് അരച്ചതല്ലേ. പിന്നെ ഒരു സൈഡിൽ അതിനെ മൂടിയിട്ട് വെക്കണം 2-3 മണിക്കൂർ. നോക്കും 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇതേമാതിരി ആട്ട നല്ല. ഇതിലേക്ക് ബേക്കിംഗ് സോഡ എന്തിടാൻ പാടില്ല. ഇത് ഇങ്ങനെ ആക്കിയാൽ നല്ലോണമായിട്ട് കിട്ടുന്നു. പിന്നെ നല്ല ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എന്തിടാൻ പാടില്ല. അത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തിലേക്ക് ഈ വടക്ക്. പിന്നെ ഇതിലേക്ക് ഉള്ളിയും കൊത്തമീറും കറിച്ചപ്പും പിന്നെ പച്ചമുളകും ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇതിനെല്ലാം വയ്ക്കണം. ഇതിനെല്ലാം ഇട്ടിട്ട് കൊടുക്കണം. നോക്കി ഇതേമാതിരി. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇടണം. 2 സ്പൂണ്. 1 സ്പൂണില്ലേ ജീരകം ഇടണം. ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ്. പിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഇത് പെരിഞ്ചായം ഇല്ലേ, കായപ്പൊടി, അത് പിന്നെ ഇതിനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഇതേമാതിരി കയ്യിൽ ഇത് ഇങ്ങനെ ആട്ടെടുത്തിട്ട് പിന്നെ വെള്ളം കൈക്ക് കൊള്ളിക്കും. പിന്നെ നോക്കി ഇതേമാതിരി കൈക്ക് സൈഡിൽ വെള്ളം എടുക്കണം. പൗണിൽ വെള്ളം എടുത്തിട്ട് കൈക്ക് കൊള്ളിച്ചിട്ട് ഇതേമാതിരി വട ഉണ്ടാക്കിയിട്ട് എടുക്കണം. നടുവ് തൊട്ട് ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ. നോക്കി ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. എന്നൊക്കെ നല്ല വട, കാണാൻ തന്നെ നല്ല വട, എണ്ണ എന്ത് പിടിക്കാത്തോടെ നല്ല ടേസ്റ്റ്. ഈ കളറാകുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇടണം ഓട്ടച്ചട്ടിക്ക്. ഇതേമാതിരി എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്ത് നോക്കാമല്ലോ. ടേസ്റ്റ് നല്ല. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഷെയർ ആക്കാൻ മറക്കണ്ട. ബൈ. പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.